യുടെയും BJPയുടെയും CPIയുടെയും കൊടികൾ നശിപ്പിച്ച സംഭവത്തിൽ CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും പാർട്ടി അംഗവുമായ ആൾ പോലീസ് പിടിയിൽ. കൊല്ലം ആയൂർ ഇളമാട് ഇടത്തറപ്പണയിലാണ് സംഭവം നടന്നത്. 3 പാർട്ടിയുടെയും നേതാക്കൾ ചടയമംഗലം പോലീസിൽ രാവിലെ തന്നെ പരാതി നൽകിയിരുന്നു. തുടർന്ന് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ചടയമംഗലം CI സുനീഷിന്റെ നേതൃത്വത്തിൽ SI മോനീഷ്, പ്രൊബേഷൻ SI CPO അതുൽ എന്നിവർ 5 സ്ഥലങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ അതിവേഗം പരിശോധിക്കുകയും ഇടത്തറപ്പണ സ്വദേശിയായ രജീവിനെ സ്ഥലത്തു നിന്നും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. സ്ഥലത്ത് CPI, BJP, കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇളമാട് ഇടത്തറപ്പണ എന്ന സ്ഥലത്ത് കോൺഗ്രസിൻ്റെ കൊടി എടുക്കുകയും അതുപോലെ തന്നെ BJPയുടെയും CPIയുടെയും ഏതോ സാമൂഹിക വിരുദ്ധർ കൊടി നശിപ്പിക്കുകയുണ്ടായി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് CPMന്റെ കൊടി അവിടെ നിർത്തിക്കൊണ്ടാണ് ഈ 3 കൊടികളും എടുത്തത്. അപ്പോൾ ഇവിടെ ഒരു വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, അതിന് അനുബന്ധിച്ചാണോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. ഇളമാട് പുള്ളുണി ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഇടത്തറപ്പണയിൽ CPM നേതാക്കൾ തമ്മിൽ സംഘർഷമുണ്ടായ സ്ഥലത്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ കഴിഞ്ഞ ദിവസം രാത്രി നശിപ്പിച്ചത്. കൊടിയുടെ കയറ് പിച്ചാത്തിക്കൊണ്ട് കട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന കോൺഗ്രസിന്റെ കൊടിയും BJPയുടെ കൊടിയും അതും ഇന്നലെ രാത്രി നീക്കം ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുവാൻ കഴിഞ്ഞത്. ഇടത്തറപ്പണ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി രജീവും ലോക്കൽ കമ്മിറ്റി അംഗം നിതീഷും തമ്മിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടു റോഡിൽ പോർവിളിയും തമ്മിലടിയും നടന്നിരുന്നു. ഇതിനെ തുടർന്ന് 2 പേരെയും എല്ലാ പാർട്ടി ചുമതലകളിൽ നിന്നും CPM ഒഴിവാക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇടത്തറപ്പണയിൽ സ്ഥാപിച്ചിരുന്ന CPIയുടെയും BJPയുടെയും കോൺഗ്രസിന്റെയും കൊടികൾ ഇന്നലെ വെളുപ്പിനെ 3:40 നശിപ്പിച്ചത്. എന്നാൽ സ്ഥലത്തുണ്ടായിരുന്ന CPMന്റെ കൊടികൾ നശിപ്പിച്ചിരുന്നില്ല. ഇളമാട് പ്രദേശത്തുണ്ടായിരിക്കുന്ന ഈ രാഷ്ട്രീയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMനകത്തുണ്ടായിരിക്കുന്ന ഈ ആഭ്യന്തര വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വമോ അതിനകത്ത് ഇടപെട്ടിട്ടില്ല. ആരെയും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയോ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാക്കന്മാരെയും ഇവരുമായി സംസാരിക്കാൻ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. അവർ സ്വമേധയാ വരുന്നെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും, അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഇവരെ സ്വീകരിക്കുന്നതിനുള്ള ഒരു നടപടിയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ പാർട്ടി പതാക അവർ കീറിയെടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. CPM നേതാക്കൾ തമ്മിലടിച്ചതിലെ CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും നിലവിൽ പാർട്ടി അംഗവുമായ രജീവിനെയാണ് ചടയമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു.